അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴവും കൂവപ്പൊടിയും കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായതിന് ശേഷം ഇതിലേക്ക് കാഷ്യൂട്ട് കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം ഒന്ന് വഴന്ന് കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വഴറ്റി കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പാലിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ തേങ്ങാപ്പാലോ പശുവും പാലോ ഏതാണെങ്കിലും നമുക്ക് എടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്താലും നല്ലതാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആരോഗ്യപരമായ ഗുണങ്ങളേറെയുള്ള ഒന്നാണ് ഈ കൂവപ്പൊടി. കൂവപ്പൊടിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹനത്തിന് അത്യുത്തമമാണ്. കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും പറ്റിയ നല്ലൊരു എനർജി ഡ്രിങ്കാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയതാണ് ഈ കൂവപ്പൊടി. കുട്ടികളുടെ തലച്ചോറിൻ്റെ വികസനത്തിനൊക്കെ ഈ പ്രോട്ടീൻ അത്യാവശ്യമാണ്. മാർക്കറ്റിൽ കിട്ടുന്ന മറ്റേത് ഡ്രിങ്കിനേക്കാളും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ കൂവപ്പൊടി കൊണ്ടുള്ള ഈ റെസിപ്പി. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൂവപ്പൊടി കുറുക്കി നൽകുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യും. കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാൽ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.